പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കോഴിക്കോട് സരോവരം പാർക്കിന് സമീപത്തെ ബെവുക്കോ ഔട്ട്ലെറ്റ് കുത്തിത്തുറന്ന് മോഷണ ശ്രമം. ഇത്രയ്ക്കാർത്തിയ രാത്രി 2 മണിക്ക് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചാണ് രണ്ടുപേർ ഔട്ട്ലെറ്റ് കുത്തി തുറക്കാൻ ശ്രമിച്ചത്. മോഷണ ശ്രമം സെക്യൂരിറ്റി കണ്ടതോടെ മർദ്ദിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. പ്രേക്ഷകരെ, ഇത് രാത്രിയിൽ 2 മണിക്ക് വളരെ ആവശ്യത്തിന് ബെവുക്കോയിൽ പോയി 2 കുപ്പി മദ്യം അടിക്കാൻ വേണ്ടി ഇറങ്ങിയ ആരോ ആണ്. എന്തായാലും ഔട്ട്ലെറ്റിൽ മോഷണ ശ്രമം നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഖമൊക്കെ മറച്ച് അവിടെ വലിയ ആവേശത്തോടു കൂടി ഷട്ടർ ഉയർത്തുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടു. അതോടുകൂടി സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച ശേഷം രക്ഷപ്പെട്ടു. രണ്ടുപേരും കൂടി രാത്രിയിൽ ഒരുപക്ഷേ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തീർന്നു പോയപ്പോൾ എന്നാൽ പിന്നെ ബെവുക്കോ ഔട്ട്ലെറ്റിൽ പോയി കുത്തി തുറന്ന് അടിച്ചുകൊണ്ട് പോയി അടിക്കാം എന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷേ സംഭവം നടന്നില്ല. ഷട്ടർ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് കുത്തി തുറക്കാൻ കഴിഞ്ഞില്ല. വലിയ ആവേശത്തോടു കൂടിയാണ് നോക്കുന്നത്, അതൊക്കെ തപ്പിയെടുക്കുന്നത്. പക്ഷേ ഒരു കാര്യമില്ല, സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടു. അതോടുകൂടി മോഷണ ശ്രമം ഉപേക്ഷിച്ചു. ആ സെക്യൂരിറ്റി ജീവനക്കാരനെ നെഞ്ചത്ത് കയറിയെന്നാണ് അറിയുന്നത്. പാവപ്പെട്ട മനുഷ്യനെ മർദ്ദിച്ചു എന്നും കേൾക്കുന്നുണ്ട്. ഇതാണ് ആ ദൃശ്യങ്ങൾ. രാത്രി 2 മണിക്കാണ് എന്നാണ് തോന്നുന്നത്. രാത്രി 2 മണിക്ക് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ബെവുക്കോയുടെ ഔട്ട്ലെറ്റ് കുത്തി തുറക്കാൻ ശ്രമിച്ച് മോഷണ ശ്രമം സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതോടെ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു. സാനിയോ മനോമിയുണ്ട്. സാനിയോ മനോമി, ഇത്രയും വലിയ ആർത്തിയോടുകൂടി വന്ന് ബെവുക്കോ ഔട്ട്ലെറ്റ് കുത്തി തുറക്കാൻ ശ്രമം നടത്തിയവരെ സമ്മതിക്കണം. രാത്രി 2 മണിക്ക് ഈ പാതിരാത്രിയിൽ ഇവർ വന്നു. എന്താണ്, എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടുകൊണ്ട് ആ ഔട്ട്ലെറ്റിൽ സാധനങ്ങൾ ഇപ്പോഴും ബാക്കി ഇല്ലേ? അതെ, അത് തന്നെയാണ്. അതായത് സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതുകൊണ്ട് മാത്രമാണ് ആ ഷട്ടർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് തുറക്കാൻ കഴിയാതിരുന്നത്. ഏതായാലും ഇത് രാത്രി 2 മണിയോടുകൂടി നടക്കുന്ന സംഭവമാണ്. CCTV ദൃശ്യങ്ങളിൽ സമയമടക്കം വ്യക്തമാണ്. മുഖം മറച്ചുകൊണ്ട് വന്ന 2 പേരാണ്. ഇതാണ് ആ സ്ഥാപനം എന്ന് പറയുന്നത്. ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഇന്നലെ രാത്രി 2 മണിയോടുകൂടി അതിൻ്റെ മേശയൊക്കെ അങ്ങോട്ട് വലിച്ചിടുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാനാവുന്നുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ നിന്ന് ഒന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതേസമയം നമുക്ക് ഇവിടെ ഒരു ദൃക്സാക്ഷിയുണ്ട്. അദ്ദേഹത്തിനെ ഒന്ന് കാണേണ്ടതുണ്ട്. അതായത് ദൃക്സാക്ഷി കണ്ടതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് ഈ അധികം ഇയാൾ, അതായത് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ രക്ഷപ്പെട്ടത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ദൃക്സാക്ഷി നമുക്കിപ്പോൾ ഉണ്ട്. അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനാവുമെന്നാണ് കരുതുന്നത്. അദ്ദേഹമാണ് ഇന്നലെ സെക്യൂരിറ്റി ജീവനക്കാരനെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായത്. ചേട്ടാ, ഇന്നലത്തെ സംഭവം എന്താണെന്നൊന്ന് പറയാം. ഞങ്ങൾ മുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ താമസിച്ചപ്പോൾ രാത്രി സെക്യൂരിറ്റി ഒച്ച ഉണ്ടാക്കിയിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് 2 പേര് ഇതിൽ കൂടെ ഓടി പോകുന്നത് കണ്ടത്. അവർ മോമൂടി കെട്ടിയിട്ടുണ്ട്. മോൻ ശരിക്കും മനസ്സിലാവുന്നില്ല. ഫുള്ള് ബ്ലാക്ക് ഷർട്ടാണ് ഇതാണ് ഇട്ടിരിക്കുന്നത്. സെക്യൂരിറ്റി ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് നിങ്ങൾ വന്നത്? നമ്മൾ മോളിൽ നിന്ന് ഞങ്ങൾ അവിടെ ഉറങ്ങുകയാണ്. ആ സമയം ഒച്ചയും ബഹളം കേട്ടിട്ടാണ് ഞങ്ങൾ എണീച്ചത്. കളവ് ചെയ്ത ആൾക്കാർ മുഖത്തൊക്കെ മുഖംമൂടിയൊക്കെ ഇട്ടിട്ട്? മുഖംമൂടിൻ്റെ 2 കണ്ണ് മാത്രമേ കാണുള്ളൂ. അവർ ഇതിൽ കൂടെയാണ് പോയത്. ഒരു വേഷവും അങ്ങനെ എന്തെങ്കിലും ഓർമ്മ? വേഷം എന്ന് പറഞ്ഞാൽ മുണ്ടാണ്. ഫുള്ള് കറുപ്പാന്ന് മാത്രമേ ഉള്ളൂ. രാത്രി 2 മണിയോടുകൂടി ഒരു 3 മണി ആയിട്ടുണ്ടാവും. 2:40 ആ ലെവലിൽ നമ്മളെ വന്നത്. സെക്യൂരിറ്റി പിന്നെ ചികിത്സ തേടുകയോ മറ്റോ ചെയ്തു? സെക്യൂരിറ്റി രാവിലെ ഹോസ്പിറ്റലിൽ ചെറിയൊരു മുറിയുണ്ട് കൈക്ക്. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവരടുത്ത് കമ്പി ഉണ്ടായിരുന്നു. പൂട്ട് പൊളിച്ച ഒരു പൂട്ട് പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പൂട്ട് പൊളിച്ച കമ്പി ഉണ്ടായിരുന്നു. ആ കമ്പി കൊണ്ട് തല്ലാൻ ക്ഷമിച്ചപ്പോൾ ആൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് തലയ്ക്ക് അടി കൊള്ളാണ്ടെന്ന് പറഞ്ഞു. ഒരു അടി ഈ അടി കിട്ടിയപ്പോൾ തന്നെ ആൾ പേടിച്ച് ഒഴിഞ്ഞ് വീണുപോയി. പിന്നെ അയാൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ ഒച്ച ഉണ്ടാകുന്നതിനും നമ്മൾ ഈ മതിൽ ചാടിയിട്ട് നമ്മളെ പറമ്പ് കൂടെ അവർ പോവുകയും ചെയ്തു. അതാണ് അരുൺ, കൃത്യമായി ഇവർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും രക്ഷപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതായത് ഇവർ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ താമസിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഈ ശബ്ദം കേട്ടപ്പോഴാണ് ഓടി വന്നത്. ആ കട്ടർ ഉപയോഗിച്ച് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചിരുന്നുവെങ്കിൽ വലിയ അപകടം ഉണ്ടാവുമായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഏതായാലും പോലീസ് ഇക്കാര്യം വിശദമായി അന്വേഷിക്കുകയാണ്. മറ്റ് തുമ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും രാത്രി 2 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. ഓരോ മനുഷ്യൻ്റെ ആക്രാന്തങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാത്രി ബെവുക്കോ ഔട്ട്ലെറ്റ് കുത്തി തുറക്കാനുള്ള ശ്രമം നടക്കുക, അതുമായിട്ട് വരിക എന്നുള്ളതാണ്. ഒരുപക്ഷേ ഇനി നമ്മുടെ ഹർഷിത അട്ടന്നൂരിയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ആപ്പ് വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആദ്യമേ തന്നെ ഒരു ആപ്പ് വെച്ചേക്കാം എന്ന് കരുതി വന്നതാണോ എന്നറിയില്ല. ബെവുക്കോ ഔട്ട്ലെറ്റ് കുത്തി തുറക്കാനുള്ള ഒരു ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയി. ആ പാവം സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതുകൊണ്ട് ആ ഔട്ട്ലെറ്റിൽ സാധനങ്ങൾ ബാക്കി, അല്ലെങ്കിൽ മൊത്തം അടിച്ചുകൊണ്ട് പോയതിനെ ആ വരവാണ് വന്നത് ഗ്യാസ് കട്ടറൊക്കെ ആയിട്ട്. എന്താ അല്ലേ?